ഒരിക്കൽ ഗണപതി ഭഗവാൻ സിന്ദൂരാസുരനെ വിഴുങ്ങിയപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെട്ടു. ഈ ചൂട് സഹിക്കാനാവാതെ ഗണപതി ഭഗവാൻ ദുരിതത്തിലായി. അദ്ദേഹത്തെ സഹായിക്കാനായി ആദ്യം ചന്ദ്രദേവൻ തന്റെ തണുത്ത ഊർജ്ജം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് അഗ്നിദേവൻ ഗണപതിയുടെ ഉള്ളിലെ തീ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിനും അത് സാധിച്ചില്ല. ആശ്വാസം തേടി ഗണപതി ഭഗവാൻ സമുദ്രത്തിലിറങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ചൂട് കാരണം സമുദ്രത്തിലെ ജീവികൾക്ക് ദുരിതമുണ്ടായി. ഇത് കണ്ട് ഗണപതി ഭഗവാൻ സമുദ്രത്തിൽ നിന്നും പുറത്തു വന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ദുരിതം അവസാനിച്ചില്ല. തന്റെ മകന്റെ ഈ ദുരിതം കണ്ടപ്പോൾ മാതാ പാർവതിക്ക് വളരെ വിഷമം തോന്നി. ഉടൻ തന്നെ ഗണപതി ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദേഷ്യത്തോടെ മാതാ പാർവതി പറഞ്ഞു, മകനെ ഗണേശ, നീ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ എന്നോട് പറയാത്തത്? ഒരു മാതാവിന് തന്റെ കുഞ്ഞിന്റെ ദുരിതം എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയും. തുടർന്ന് മാതാ പാർവതി വിശുദ്ധമായ കറുകപ്പുല്ല് ഗണപതി ഭഗവാന് ശാന്തി നൽകുമെന്ന് നിർദ്ദേശിക്കുകയും ഗണങ്ങളോട് അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗണങ്ങൾ കറുകപ്പുല്ലുമായി ഗണേശ ഭഗവാന്റെ മുൻപിലെത്തുകയും അദ്ദേഹത്തിന് അത് നൽകുകയും ചെയ്തു. ഗണപതി ഭഗവാൻ കറുകപ്പുല്ല് കഴിച്ചതോടെ ഉള്ളിലെ ചൂട് ക്രമേണ ശാന്തമായി. അങ്ങനെ ഒരു മാതാവിന്റെ സ്നേഹവും വിവേകവും ഗണപതി ഭഗവാന്റെ ദുരിതം ഇല്ലാതാക്കി. ഹൈന്ദവ വിശ്വാസപ്രകാരം കറുകപ്പുല്ല് ഗണപതി ഭഗവാന് സമർപ്പിക്കുന്ന ഒരു വിശുദ്ധ വഴിപാടാണ്. ഈ പുല്ല് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ശക്തിയുടെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണ്. ഇത് ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന ഗണപതി ഭഗവാന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കറുകപ്പുല്ല് അദ്ദേഹത്തിന്റെ ആരാധനയിൽ ഒരു പ്രധാന ഘടകമായി മാറിയത്. ഗണേശ ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ ഗണേഷ് ടൈപ്പ് ചെയ്യുക. ഓം ഗംഗണപതേ നമഃ.